മതിയായി, എനിക്കെല്ലാം മതിയായി. എല്ലാവർക്കും ഇപ്പൊ സമാധാനമായല്ലോ. ശരിക്കും എന്നെ ഒരു ഭ്രാന്തിയാക്കിയില്ലേ? ഐ ലവ് യു ഗീത. ലവോ? ഇത് ലവ് ആണോ? വേറെ ആരെങ്കിലും ഈ ലോകത്ത് ഇങ്ങനെ ലവ് ചെയ്യോ? അങ്ങനെയല്ല ഗീതേ, എല്ലാവർക്കും ഞാനൊരു ഗുഡ് ബോയ് ആയിട്ട് അറിയും. അതുകൊണ്ടാണ് നീ ഒരാളെങ്കിലും എന്നെ ബാഡ് ബോയ് ആയിട്ട് കാണണമെന്ന് ആഗ്രഹിച്ചത്. നീ ലവ് ചെയ്യുകയാണെങ്കിൽ എന്നെ പൂർണ്ണമായിട്ട് അറിഞ്ഞിട്ട് വേണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. നീ സത്യത്തിൽ എൻ്റെ എല്ലാ സ്വഭാവം അറിയണമെന്ന് ഞാൻ ആഗ്രഹിച്ചത് തെറ്റാണോ? നീ ശരിക്കും എന്നെ ലവ് ചെയ്യുന്നുണ്ടോ? ഐ ലവ് യു ഗീത. എങ്കിൽ എല്ലാവരുടെയും മുന്നിൽ സമ്മതിക്കും. ഇതെല്ലാം നീയാ ചെയ്തേന്ന് സമ്മതിക്കും. അത് പറ്റില്ല ഗീത. ഞാൻ ബാഡാണെന്ന് പ്രൂവ് ചെയ്താൽ നിന്നെ ഓഫീസൊക്കെ വിട്ട് ഞാൻ പോവേണ്ടി വരും. ഒരു കാര്യം ചെയ്, നീ എല്ലാവരുടെ മുമ്പിൽ ഞാൻ ഇഷ്ടമാണെന്ന് പറ. അപ്പോൾ ആരും ഒരിക്കലും തെറ്റിദ്ധരിക്കില്ല. മുമ്പേ നീ സമ്മതിക്കും. അത് കഴിഞ്ഞ് ഞാൻ പറഞ്ഞോളാം. എൻ്റെ ബെസ്റ്റ് ഫ്രണ്ട് അജയ്. അവനെ തൊട്ട് സത്യം ചെയ്യുക, ഗീത പറഞ്ഞെല്ലാം സത്യമാണ്. ഗീതയെ ഞാൻ ഉമ്മ വെച്ചു എന്നുള്ളത് സത്യമാണ്. ഗീതയ്ക്ക് അന്ന് ലവ് ലെറ്റർ എഴുതിയതും ഞാനാ. അതുമാത്രമല്ല, ഞാൻ സിഗരറ്റ് വലിക്കും, മദ്യപിക്കും, പിന്നെ എനിക്ക് കാഴ്ചയ്ക്ക് പ്രശ്നമില്ല. എല്ലാം വ്യക്തമായിട്ട് കാണാം. ഹെലൂസിനേഷൻ, ഫസ്റ്റ് സ്റ്റേജ് ഓഫ് ഹെലൂസിനേഷൻ. അതാർക്കാ സർ? എനിക്ക് ആര്യ സത്യം സമ്മതിക്കുന്നത് പോലെ എനിക്ക് തോന്നുന്നു. ആര്യ ശരിക്കും സത്യം സമ്മതിച്ചല്ലോ സർ. എന്നാൽ നിനക്ക് ഹലൂസിനേഷനാ. ബട്ട് സെക്കൻഡ് സ്റ്റേജ്. ഇതൊക്കെ എന്തിനാ ചെയ്തെന്ന് വെച്ചാൽ, ഐ ലവ് യു ഗീത. I love you, Ajay. കുഞ്ഞമ്മയെ കാണിക്കാൻ ഫോട്ടോ ഒന്നും കയ്യിലില്ല. ആ ഫോട്ടോ ദേ അവന്റെ മനസ്സിലുണ്ട്. ഇനി അവളെ നേരിട്ട് കണ്ട് കുഞ്ഞമ്മ തന്നെ തീരുമാനിക്കും. ഗ്രഹങ്ങളെ കൊണ്ട് ഒരു പ്രശ്നവും ഇല്ലെന്നാണ് എന്റെ കമ്പ്യൂട്ടർ കണിയാൻ പറഞ്ഞിരിക്കുന്നത്. ഇനി കുഞ്ഞമ്മയ്ക്ക് ഇഷ്ടമുള്ള ആളെ കൊണ്ട് ഇവരുടെ ജാതകം നോക്കിച്ചോളൂ. പൂർണ്ണ സമ്മതം ഉണ്ടെങ്കിൽ മാത്രം മതി. വേണ്ട വേണ്ട, ആരെ കൊണ്ട് ഇനി നോക്കിക്കണ്ട. അവരിനി ജാതകം ചേരില്ലെന്നോ മറ്റോ പറഞ്ഞാലോ? ജാതകം ചേർന്നില്ലെങ്കിലും സാരമില്ല, അവരൊന്നിക്കട്ടെ. ഓ, നീ തന്നെയാണോ ഈ പറയുന്നത്? ഇത്ര വിവരം വെക്കാൻ നിനക്ക് ഇത്രയും വയസ്സാകണമായിരുന്നോ പ്രഭാവതി?